ഹേ ഗൈസ്, നമ്മൾ കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട്. അപ്പൊ ഇന്ന് വീണ്ടും ഒരു കോളേജ് ഡേ ആണ്. കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യാനുണ്ടെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ് ഞങ്ങൾ കറക്റ്റ് ടൈമിന് വന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ ഇവിടെ ആരുമില്ല. അങ്ങനെ ഞങ്ങൾ താഴേക്കിറങ്ങി വന്നപ്പോ അവർ രണ്ടും കൂടി അവിടെ നിന്ന് കളിക്കുന്നതാണ് കണ്ടത്. അങ്ങനെ നമ്മളും പോയി ഒരു ബാറ്റൊക്കെ എടുത്ത് സെറ്റായി വന്നു. സീനിയേഴ്സും ജൂനിയേഴ്സും തമ്മിൽ ഒരു ഗെയിം വെച്ച് തോറ്റ് നാണം കിടണ്ടെന്ന് കരുതി ശ്രദ്ധ മനഃപൂർവ്വം ഇങ്ങനെ ഒരു ടീം ക്രിയേറ്റ് ചെയ്തതാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അതെന്തെങ്കിലും ആട്ടെ, കോളേജിന്റെ ബാക്ക് ഗേറ്റ് ഫുൾ ഇങ്ങനെ ചുമന്ന പൂക്കൾ വീണ് നല്ല ഭംഗിയായി കിടക്കാണ്. എന്ത് രസമാണല്ലേ കാണാൻ. ഇതിൽ ചവിട്ടി ഇനി ആരൊക്കെ വീഴുമെന്ന് കണ്ടറിയാം. എയർടെലിന്റെ സിം എടുത്തു കഴിഞ്ഞാൽ നല്ല റേഞ്ച് കിട്ടുമെന്നും പറഞ്ഞ് പുതിയ സിമ്മൊക്കെ എടുത്ത് വന്നിരിക്കുകയാണ് സാമിക്കുട്ടി. കോളേജിന്റെ ശോകമൂകമായ അന്തരീക്ഷത്തിൽ വായി നോക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ. അവസാനം കാത്തിരുന്ന് കണ്ടന്റ് ക്വീൻ ആയ രേഷ്മ മിസ് എത്തി. പിന്നീട് അങ്ങോട്ടൊരു യുദ്ധമായിരുന്നു. എങ്ങനെ നമ്മുടെ വീഡിയോസ് ഒക്കെ റീച്ച് ആക്കാം എന്നതായിരുന്നു ചർച്ച. പതിവ് പോലെ ചർച്ചയ്ക്കൊന്നും ബലമൊന്നും ഉണ്ടായില്ല, സ്വാഭാവികം. അങ്ങനെ തിരിച്ച് നമ്മൾ ഗ്രൗണ്ടിലെത്തി. ഇവരിതുവരെ നിർത്തിയിട്ടില്ല. ബാറ്റൊന്നും വീശിയതേ ഓർമ്മയുള്ളൂ, പിന്നെ ബാക്കിയൊന്നും അവൻ ഓർമ്മയില്ല. പിന്നെ ഈ വീഡിയോ കാണുന്ന രഞ്ജു സാറിനോട്, നേരത്തെ ഊരിയിരുന്ന ബാറ്റാണ്, ഞങ്ങൾ ഒടിച്ച ബാറ്റല്ല എന്ന് പ്രത്യേകം പറഞ്ഞു. പുതിയ സിമ്മൊക്കെ ഇട്ട് അവിടെ ഇവിടെ നിന്ന് എല്ലാരെയും വിളിച്ചിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യാണ് സാമിക്കുട്ടി. മക്കളെ, എന്റെ ഫോണിൽ നിന്ന് 2 ഫോട്ടോ അയച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു മിനിയാൻറ്റി വന്നിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ അയച്ചു കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് നമ്മളെയും കൂടെ കൂട്ടുമെന്ന് ചോദിച്ചു ചെന്നപ്പോഴേക്കും അവരുടെ കളിയും കഴിഞ്ഞു, മഴയും പെയ്തു. അല്ലെങ്കിലും അങ്ങനെ നമുക്കിതൊന്നും പറഞ്ഞിട്ടില്ലല്ലയാ. പുതിയ സിമ്മൊക്കെ ഇട്ട് എല്ലാവർക്കും കോളൊക്കെ പോകുന്നുണ്ട്. ഇനി ആരെ എവിടെ നിന്ന് വേണമെങ്കിലും വിളിക്കാവുന്ന സന്തോഷത്തിലാണ് സാമിക്കുട്ടി. അങ്ങനെ ശ്രദ്ധയുടെ വിശപ്പ് കാരണം നമ്മൾ അവിടെ നിന്ന് നേരത്തെ ഇറങ്ങിയത്. അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. അപ്പൊ ഓക്കെ, ബൈ. അല്ല, ഞാനൊരു സത്യം പറയട്ടെ, ഈ റോസാപ്പൂ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ മേടിച്ചതിന്റെ ബാക്കി അറിയുമോ?